السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى آله وصحبه الفائزين، ما بعد. وما توفيقي إلا بالله توكلت. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിക്കൽ സ്വാലിഹായ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള ദീനി ഖാദിമീങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു ദുൽഹജ്ജിലേക്ക് രണ്ടാം ദുൽഹജ്ജിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദുൽഹജ്ജ് മാസങ്ങളിൽ പല ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട സമയങ്ങളാണ്. ഈ ദുൽഹജ്ജിലുള്ളതായിരിക്കുന്ന പ്രത്യേക ഇബാദത്താണല്ലോ ഹജ്ജ് എന്നുള്ളതായ അമല്. അത് ഇബാദത്താണെങ്കിലും തന്നെ അതിൽ വലിയതായിരിക്കുന്ന വിഷയങ്ങൾ അടങ്ങിയതാണ്. ഇബ്രാഹിം ഇസ്ലാമിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ത്യാഗത്തിൻ്റെ ഓർമ്മകളെ പുതക്കുന്നതാണ് എൻ്റെ എല്ലാ അമലുകളും. തവാഫാവട്ടെ, സഈ ആവട്ടെ, കല്ലറസിൽ, അതുപോലെ അറഫാൻ, ഇതുപോലെ എല്ലാ ഇബാദത്തുകളിലും അവിടെ മാതൃകയുണ്ട്. ബഹുമാനമാക്കപ്പെട്ടവർ ഇബ്രാഹിം ഇസ്ലാം അമ്പിയാക്കൾ എല്ലാവരും തന്നെ വളരെ ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അവരുടെ ജനങ്ങളുടെ പീഡനങ്ങളും മറ്റുള്ളതായിരിക്കുന്ന ദ്രോഹങ്ങളും സഹിച്ചതെല്ലാം സഹിച്ചു. അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ സാധിച്ചു. ഇബ്രാഹിം ഇസ്ലാമിനെ ആദ്യമായിട്ട് നാടുവിടാൻ കാരണമാക്കി സ്വന്തം കുടുംബങ്ങൾ തന്നെ വെച്ചു. പിന്നെ നാടുന്ന സമയത്തിൽ രാജാവ് പിടിച്ചു വെച്ചു. പിന്നെ തീക്കുണ്ടിലിട്ടു. അതെല്ലാം സഹിച്ചു. അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ അവർക്ക് സാധിച്ചു. പിന്നീട് വയസ്സുകാലത്ത് ഒരു കുട്ടി ജനിച്ചു. കുട്ടികളില്ലാതെയും കൊണ്ട് വിഷമിച്ച് ദ്വാരച്ചിരിക്കുന്ന സമയത്താണ് ഇസ്മായിൽ നബി എന്ന കുട്ടി ജനിച്ചത്. ആ കുട്ടിയെയും അതിൻ്റെ മാതാവാകുന്ന ഹജർ റളിയല്ലാഹുവിനെയും ഒന്നുമില്ല, ആരുമില്ലാത്ത വിജനമായ വെറും മണലാരണ്യം അല്ലെങ്കിൽ കൽഭൂമികളെ കൊണ്ട് നടക്കപ്പെടുന്ന നമ്മുടെ മലകൾ, അതിൻ്റെ ഇടയിൽ കൊണ്ടാക്കി. ഒരു ചെടി അവിടെ ഇല്ല, ചുള്ളി വെള്ളവുമില്ല, അടുത്തൊന്നും ഒരു മനുഷ്യനുമില്ല, ഒരു ഗാഢായ ശ്രമമായി അവിടെ കൊണ്ടാക്കുവാൻ അള്ളാഹു ഓർഡർ കൊടുത്തു. അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം കൊണ്ടാക്കിയതാണ്. അത് വലിയ ത്യാഗമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു മകനെയോ ഒരു ഭാര്യനെയോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്താകണ്ട, നമുക്ക് വലിയ സ്ഥലത്താക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്തായിരിക്കും, അവരുടെ മനസ്സെന്തായിരിക്കും. അങ്ങനത്തെ സ്ഥലത്തല്ല ഉണ്ടാക്കുന്നത്. ഒരു വിജനമായ സ്ഥലം, തുള്ളി വെള്ളം അവിടെ ഇല്ല, ഒരു ചെടി അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തവിടെ കൊണ്ടാക്കി വിടാൻ പറ്റും. അത് തന്നെ കേബത്തിനിടന്ന് കേബത്തിൻ്റെ അവസ്ഥ അവിടെ കൊണ്ടാക്കി. അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണ്. അതും ഒരു സഹിച്ചു, സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന സമയത്തിന് മുണ്ടാണ് തിരിച്ചു പോരുക. അപ്പോൾ ഹാജർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകണം? ഇങ്ങോട്ട് ആക്കിയിട്ട് എന്നെയും ഈ കുട്ടീനെയും വിജനമായ സ്ഥലത്താക്കിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നു ചോദിച്ചപ്പോൾ മഹാനവർക്ക് ജവാബ് പറയാൻ സാധ്യമല്ല. അങ്ങനത്തെ വിഷമത്തില്ല, ഉണ്ടാണ്ട് പോകല്ലേ, തിരിഞ്ഞോക്കൊന്നും കൂടിയില്ല. അപ്പോൾ ആ മഹദി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണോ? അള്ളാഹു പറഞ്ഞിട്ടാണോ ഞങ്ങളോട് ഉറന്നാക്കിയിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ഞാൻ അതേന്ന് ഉറക്കെ പറഞ്ഞു. ആ മഹദി പറഞ്ഞു, എങ്കിൽ ഇതൻ ലായുന, അങ്ങനെ അള്ളാഹു ഞങ്ങളെ പാഴാക്കയില്ല, ധൈര്യമുണ്ട്. ഭയങ്കരമായിരിക്കുന്ന ത്യാഗം. പിന്നെ അവിടെ നിന്ന് കുട്ടി നടക്കാൻ പുറത്തെ അവസ്ഥ ഫലമ്മ ബനു സഅയ എന്ന് ഖുർആൻ പറയുന്നത്, നടക്കാൻ പിന്നാലെ നടക്കാനുള്ള അവസ്ഥക്ക് എത്തിയപ്പോൾ ഒരു 4-5 വയസ്സായ സമയത്ത് അള്ളാഹുവിൻ്റെ ഓർഡർ കുട്ടിനെ ഓർക്കണം. അറക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഓർഡർ. അപ്പോൾ അറക്കാൻ തയ്യാറായി. അള്ളാഹുവിൻ്റെ ഓർഡറല്ല. കുട്ടിയോട് പറഞ്ഞു, മോനെ, ഞാൻ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം നിന്നെ അറക്കാൻ തീരുമാനിച്ചിട്ട് അള്ളാഹു അറക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടി പറഞ്ഞു, ഉപ്പ ചെയ്തോളൂ, അള്ളാഹുവിൻ്റെ ഓർഡർ തങ്ങൾ നടപ്പായി ഉൾപ്പ നടക്കണം, ഞാൻ സ്വീകരിക്കുന്നു. സന്തോഷത്തോട് കുട്ടിയെ പറയുന്നത്. ചെറിയ കുട്ടി ഞാൻ അറക്കാൻ കൊണ്ടുവന്ന സമയത്ത് എന്തെല്ലാം ആപത്തുകൾ ഉണ്ടാക്കുന്നത്. ശൈത്താൻ ഒന്ന് പിന്തിരിപ്പിക്കണം, ഹാജർ തന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയത്. അതെല്ലാം ത്യാഗങ്ങളാണ്. അവിടെ കൊണ്ടായി കെടുത്തി. പക്ഷെ ഇറക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറെടുത്തപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, അത് സദ്ദഖ റുയ്യ, ഇബ്രാഹിം നബിയെ, നിങ്ങൾ സ്വപ്നത്തെ സൽക്കരിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടിനെ ഇറക്കണ്ട, കുഞ്ഞെ ഒഴിവാക്കി. ഫദീനാബിദിഹിന്നീൻ, ആ കുട്ടിയെ മോചിപ്പിച്ചിരിക്കുന്നു. ഒരു വലിയതായിരിക്കുന്ന മൃഗം കൊണ്ടിട്ട് ഇറക്കാൻ ആട്ടിനെ കൊടുന്ന് ആട്ടിനെ കൊടുന്ന് അവിടെ ചേർത്തു. ആ കുട്ടിനെ മോചിപ്പിച്ചു. അവിടെയും അവരെന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് അനുസരിച്ചു. പതറിയില്ല. മകനെയാണ് ഇങ്ങനത്തെ സ്നാക്കളും മകനെ ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ അത് അള്ളാഹു സ്വീകരിച്ചു, പേടിച്ചില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാ ആജ്ഞയ്ക്കും അതിന് ചെറുപ്പത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച വലിയ ത്യാഗിയായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹബത്ത് കരസ്ഥയുണ്ട്. ഖലീലുർ റഹ്മാൻ, ഇബ്രാഹിം നബിക്ക് ഖലീലുർ റഹ്മാൻ. പങ്ങത്തെയും വലിയതായിരിക്കുന്ന ത്യാഗത്തിൻ്റെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ ത്യാഗവും സഹിച്ചതായിരിക്കുന്ന മഹാനാണ്. ഇതേ ത്യാഗങ്ങൾ സഹിക്കാൻ അമ്പിയാക്കൾക്കുള്ള സ്വഭാവമാണ്. അമ്പിയാക്കൾ പലരുണ്ട്. എല്ലാ അമ്പിമാർക്കും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യ നബിയാണോ ആദ്യ നബി ഇസ്ലാം, അതിനുണ്ടായിരുന്ന വിഷമം എന്തായിരുന്നു? അവർ സ്വർഗ്ഗത്തിൽ പുറത്താക്കി ഇബ്ലീസ്, ഇല്ലേ? കാരണത്താൽ ഇബ്ലീസാണ് കാരണം. അപ്പോൾ അതിൽ ഒരു വിഷമം ഉണ്ടായതല്ലേ, അതിനവർ സഹിച്ചല്ലോ. അപ്പോൾ അത് മുതലൊക്കെ പിന്നെ അവർ അങ്ങോട്ടുള്ള അയക്കുന്ന അമ്പിയാക്കളിൽ കൂടുതൽ വിഷമങ്ങളുണ്ടായത്. പിന്നെ അവസാന നബിയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കുന്നതാണ് ദുൽഹജ്ജ് മാസത്തിലാക്കുന്ന അമലുകളെല്ലാം. അപ്പം അതിൻ്റെ ഒരു ശാഖയുടെ സ്മരണയായിട്ടാണ് നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ ഉലഹിയത്ത് ഇറക്കുന്നത്. ഇബ്രാഹിം ഇസ്ലാമിൻ്റെ
ആ അറിവിൻ്റെ ശാഖ അതിൻ്റെതായിരിക്കുന്ന പരമ്പര തബാത്തുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അവരോട് തുഞ്ചിട്ട് ഉദയ തുറക്കുന്നു ഏറ്റവും മഹത്തുള്ളതായിരിക്കുന്ന നമ്പലാണ്. പിന്നെ വിഭാഗത്ത് നിസ്കാരം ഇതെല്ലാം ഇതിലുണ്ടല്ലോ. ആയതുകൊണ്ട് ഈ സമയങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി, ഇബ്രാഹിം ഇസ്ലാം അത്യാദി വിഷമങ്ങളെ സഹിച്ചു അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കി ഖലീലായി മാറി. അങ്ങനത്തെ ഒരു സന്തോഷം അള്ളാഹു നമ്മൾ സമ്പാദിക്കണം. അള്ളാഹുവിൻ്റെ മറുവാത്ത് നമ്മുടെ ഈ ഭാഗത്തിലേക്ക് കൊണ്ട് അതിന് അള്ളാഹു നമുക്ക് ദൂഷിച്ചുമാറാവട്ടെ. ഈ സമയങ്ങളെല്ലാം സന്തോഷത്തിൻ്റെ സമയങ്ങളാണ്. അത് സന്താപത്തിൻ്റെതാക്കി തീർക്കരുത്, സന്തോഷം തന്നെ ആവണം. ഹൈറായി വെച്ച കാര്യങ്ങൾ ഹൈറിലേക്ക് തന്നെ നിൽക്കുക. വരാമൊന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെയും നമ്മുടെ സ്വന്തക്കളെയും വന്ന് നമ്മൾ പ്രത്യേകം അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നീക്കണം. അള്ളാഹുവിൻ്റെ മറുവാത്ത് അത് കരസ്ഥമാക്കി യഥാർത്ഥമായിരിക്കുന്ന തെരികളെ നീങ്ങി ആ മഹത്തുക്കളാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാം പോലുള്ള മഹത്തുക്കളുടെ പിന്നാലെ സ്വർഗത്തിൽ കിടക്കാൻ സൂക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പിന്നെ കുടുംബങ്ങൾ ഒരുമിച്ച് കൊടുക്കുക, സിലത്തുർ റഹീം ബന്ധപ്പെട്ടവർ കാണുക, അവരോട് സഹകരിക്കുക, അവരുടെ ആവശ്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതിൻ്റെ തന്നെ സമയങ്ങളാണ്. അതിന് പ്രത്യേക സുന്നം വിവാദത്തുണ്ട്. നമ്മുടെ മറ്റുള്ളതാക്കുന്ന സുഹൃത്തുക്കളോട്, നമ്മളെല്ലാം ഇതര സുഹൃത്തുക്കളോട് അവരോടെല്ലാം നല്ലപോലെ പെരുമാറി ഒരാഹത്ത് അവർക്കും സന്തോഷം ഉണ്ടാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തൊരു ആഘോഷമായി നമ്മുടെ പെരുന്നാളിനാക്കി തരുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.